ഇനി മുന്നോട്ട് പോകും തോറും നമ്മുടെ വേഷവിധാനം ദീനീപരമായി നിലകൊള്ളണമെങ്കിൽ ഏറെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും, കളിയാക്കലുകൾ കേൾക്കേണ്ടി വരും, കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. അധിക്ഷേപത്തിന്റെ തൊടുത്തുവിട്ട അമ്പുകളെ പോലെ പലതും നമ്മൾ തരണം ചെയ്യേണ്ടി വരും. ഇസ്ലാമികമായ ഒരു മുടി അത് ഇസ്ലാമികമായി ഒന്ന് ക്ലിയർ ചെയ്ത് വെട്ടി ഒതുക്കണമെങ്കിൽ അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മോശമായ ചിത്രമായി വരും. ഏതോ സെലിബ്രിറ്റികൾ കൊണ്ടുവരുന്ന മുടിയുടെ അടയാളങ്ങളും കോലങ്ങളും രൂപങ്ങളുമായിരിക്കും ആധുനിക ലോകം സ്വീകരിക്കുക. ഞാൻ അണിഞ്ഞിരിക്കുന്ന വേഷവിധാനം എന്താകണമെന്ന് ഞാൻ തീരുമാനിക്കാതെ, പ്രിയപ്പെട്ടവരെ, അതൊക്കെ സ്ക്രീനിൽ കാണുന്ന നടന്മാരും നടിമാരും സെലിബ്രിറ്റികളും ഒക്കെ ലോകത്തോട് വിളിച്ചു പറയുന്ന, ഫുട്ബോൾ താരങ്ങളും ക്രിക്കറ്റ് താരങ്ങളും ലോകത്തോട് വിളിച്ചു പറയുന്ന, അവർ കാണിച്ചു കൊടുക്കുന്ന വേഷവിധാനങ്ങളായിരിക്കും മുസ്ലിം ഉമ്മ എന്ന് പറയുന്ന ഉമ്മത്തിൽപ്പെട്ട കുട്ടികൾ വരെ, യുവാക്കൾ വരെ, യുവതികൾ വരെ സ്വീകരിക്കുക. അതിനോട് വിപരീതമായി അത് ശരിയല്ല, അത് ദീനീപരമായി ശരിയല്ല എന്ന് മനസ്സിലാക്കി ആ വേഷവിധാനത്തെ മാറ്റിവെച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വേഷവിധാനം സ്വീകരിക്കുക എന്നത് ഏറെ ആക്ഷേപങ്ങൾക്ക് കാരണമായി മാറും. അവിടെ വലിയ ത്യാഗം സഹിക്കേണ്ടി വരും.